നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇനിയിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി, അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് കൊടുക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. മാത്രമല്ല ഇവർക്ക് ഇഷ്ടപ്പെടുകയും വേണം, ഇവർ പെട്ടെന്ന് കഴിക്കുകയും വേണമല്ലോ. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു കളർഫുൾ സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു 250 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, സാൻഡ്വിച്ച് ബ്രെഡ്, ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ലെറ്റ്യൂസ് ആണ്, ഞാനത് അരിഞ്ഞിട്ടതാണ്. പിന്നെ വേണ്ടത് മയണൈസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള മയണൈസ് എടുക്കാൻ ഞാൻ കുറച്ചുകൂടി ഒരു ടിക്ക മസാല ആ ഒരു ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോ സോസാണ്, ബട്ടർ ഉണ്ട്, ഒരഗാനോയും ചില്ലി ഫ്ലേക്സും. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, ഉപ്പ്, പിന്നെ ഒരഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ 4 ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടച്ചിട്ട്. അതാകുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കും. എന്നിട്ട് നമുക്ക് ചെറിയ പരുവത്തിലൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ടും നമ്മൾ ചീകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും നമ്മുടെ ലെറ്റ്യൂസും ക്യാരറ്റും സോസും മയണൈസും ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പച്ചയ്ക്കാണ് ഇടുന്നത്. അങ്ങനെ ചിക്കനും നമ്മുടെ വെജീസ് എല്ലാം ഇട്ടിട്ട് ഞാനൊരു ക്രീമി പരുവത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെച്ചിട്ട് നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് ഞാൻ 4 സൈഡ് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ കേട്ടോ. ഒരു ഷേപ്പിന് വേണ്ടി ചെയ്തേ ഉള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ 4 സൈഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് 2 സൈഡും മുരിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡ് നമ്മൾ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിൽ നിന്ന് നിറയ്ക്കാം. ഫൈനലി നമ്മുടെ ക്രീമി ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ഉപയോഗിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പനീർ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.